ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആയിരിക്കും ഏതാ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും അത് റിവൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ഇക്വേഷൻസ് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്വാഡ്രിലാറ്ററലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്റർ ബേസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷനിലേക്ക് എന്റെ കുട്ടികൾ കാണുന്നത് ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്, എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും, അടുത്തൊരു ക്വസ്റ്റ്യൻ എൻ്റെ കുട്ടികൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡി ആണെങ്കിൽ ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. എൻ്റെ മക്കൾ വേഗം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ മാത്രം പോരാ, മിസ്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ചെയ്യാൻ വേണം കേട്ടോ. ഓക്കെ, റെഡി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ? താഴെ കൊടുത്തിരിക്കുന്ന ചതുർഭുജത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചതുർഭുജം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരുപാട് എന്തും കൊടുത്തിട്ടുണ്ട്, അളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റെ അളവുകളാണ് കൊടുത്തത് എന്നുള്ളത് നമുക്കൊന്ന് വെറുതെ ഒന്ന് സൈഡിൽ എഴുതി നോക്കാം അല്ലെ. അപ്പൊ ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ 4 സൈഡ്സ് ഉള്ള ഏതൊരു രൂപത്തിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയൂ അല്ലെ. അപ്പൊ അതിൽ നോക്കിക്കേണ്ട കുട്ടികളെ, അതിൽ ഇവിടെ കാണുന്ന ഈ ഒരു ലൈൻ അല്ലെ, ഇവിടെ കാണുന്ന ഈ ഒരു ലൈൻ എന്താണ്? ആ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽ ആണ് അല്ലെ, വികർണമാണ്. അപ്പൊ ഒരു വികർണം മാത്രമല്ലേ തന്നിട്ടുള്ളൂ അല്ലെ. ഇവിടെ ഒരു വികരണം തന്നിട്ടുണ്ട്, ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്. അപ്പൊ ഡയഗണൽ നമ്മൾ എന്തായിട്ടാ സൂചിപ്പിക്കുക? ഡി ആയിട്ടാണ് പറയുക. അപ്പൊ ഡി എത്രയാണെന്ന് തന്നിട്ടുണ്ടടാ? 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ തന്നത്? ഇവിടെ 2 ട്രയാങ്കിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനിലേക്ക് പഠിച്ചത്. അപ്പൊ ഇക്വേഷൻ ഒക്കെ എന്നെ മക്കൾക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി തരാം. അപ്പൊ ഇവിടെ എന്തുകൂടെ തന്നിട്ടുണ്ട്? ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റൊരു ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പൊ 2 ഹൈറ്റുകൾ തന്നിട്ടുണ്ട്. ആ 2 ഹൈറ്റുകൾ നമുക്ക് എങ്ങനെ പറയാടാ? ഒന്ന് H1 ആണ്, അടുത്തത് H2 ആയിട്ട് പറയാം. ഹൈറ്റിനെ നമ്മളെ സൂചിപ്പിക്കുക H ആണ്. അപ്പം ഒരു ഹൈറ്റ് H1, അടുത്ത ഹൈറ്റ് H2 ആണ്. അപ്പൊ ഒരു ഹൈറ്റ് എത്രയാ? 4 സെന്റിമീറ്റർ ആണ്, അടുത്ത ഹൈറ്റ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ, ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു അത്? അതായിരുന്നു ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. ഹാഫ് ഡി ഇൻറ്റു H1 പ്ലസ് H2 എന്ന് ഷോർട്ട് ആക്കിയിട്ട് എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ. ഇവിടെ ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽ ആണ്. H1 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു ഹൈറ്റ് ആണ്. H2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഹൈറ്റ് ആണ്. ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്, ഒന്നുകൂടെ മിസ് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ള ഡി എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ എന്താണ്? ഒരു ഡയഗണൽ ആണ്. H1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഹൈറ്റിലെ ഏതെങ്കിലും ഒരു ഹൈറ്റ്. H1 H2 എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഇത് H1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിതാ ഇവിടെ ചൂസ് ചെയ്തത് ഒന്നാമത്തെ 4 സെന്റിമീറ്റർ ആണ് H1, അതേപോലെ 6 സെന്റിമീറ്റർ H2 ആയിട്ടും എടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിലേക്ക് നേരിട്ട് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എൻ്റെ കുട്ടികളൊന്ന് വേഗം ചെയ്ത് നോക്കിക്കേ. ഏരിയ ഈക്വൽ ടു ഹാഫ് ഡി ഇൻറ്റു H1 പ്ലസ് H2. സിമ്പിൾ അല്ലേടാ? ഒന്ന് വേഗം ചെയ്ത് നോക്കിയാലോ. എന്താ വരുക? ഹാഫ് ഇൻറ്റു ഡി എത്രയാ? ഡി എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്. ഡയഗണൽ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ? 8 ആണ് അല്ലേ. 8 ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ബ്രാക്കറ്റ് ഒക്കെ വേണം. അപ്പോൾ ഇക്വേഷനിൽ ബ്രാക്കറ്റ് ഉണ്ട്, ചെയ്ത് വരുമ്പോൾ ബ്രാക്കറ്റ് ഇല്ലാണ്ടൊന്നും ആയി പോകരുത്. ഓക്കെ, എന്താ വരുക? H1 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. H2 എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആയിരുന്നു. നേരത്തെ നമ്മൾ എഴുതി വെച്ച കാര്യം തന്നെയാണ് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ വേഗം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ആദ്യം തന്നെ ഞാൻ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ 4ഉം 6ഉം കൂടെ ആഡ് ചെയ്തു ഞാൻ. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 4ഉം 6ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 10 എന്ന് വരും. ഇനി എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് 8ൽ പോവോ നോക്കാം, അല്ലെങ്കിൽ 10ൽ പോവോ നോക്കാം. ഞാനിവിടെ 8ലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 8ൽ നോക്കുകയാണെങ്കിൽ 8ൽ 2 4 തവണ പോകും അല്ലേ. 4 തവണ പോകും. പിന്നെ എന്തേ ചെയ്യാനുള്ളൂ? 4 ഇൻറ്റു 10 ചെയ്യാനുണ്ടാവും അല്ലേ. 4 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 40 എന്ന് വരും. യൂണിറ്റ് ഇടുമ്പം എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുക, ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. 40 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇക്വേഷൻ മറന്നു പോയിട്ടില്ലെങ്കിൽ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പാരലോഗ്രാം ആണ്. കാരണം ദേ ഇവിടെ ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ദേ ഇവിടെയുള്ള ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്, ഈ താഴോട്ടുള്ള ഹൈറ്റും 8 സെൻറ്റിമീറ്റർ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താണ് വരിക എന്നുള്ളത് എൻ്റെ കുട്ടികൾ എന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓടി വന്നിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ആരാണ് ആദ്യം ആൻസർ ചെയ്തതെന്ന് മിസ് നോക്കുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡൗട്ടിൻ്റെ ക്ലിയറിംഗ് സെക്ഷനൊക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.